ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന നമ്മുടെ മൈൻക്രാഫ്റ്റ് പാർട്ട് എത്രാമത്തെ പാട്ടാന്ന് മറന്നു ഗൈസ്. എപ്പോഴും ഇതാടാ മറന്നു പോകാം എത്രാമത്തെ പാട്ടാന്ന്. എട്ടാം തോന്നുന്നു. നമ്മൾ എന്തായാലും വില്ലേജ് ബ്രീഡറൊക്കെ ഉണ്ടാക്കേണ്ട കഴിഞ്ഞ സീസൺ നമുക്ക് നോക്കാം എത്രാമത്തെ പാട്ടാന്ന് മറന്നു പോയി ഗൈസ്. അത് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ നമ്മളെന്തായാലും ഈ പാർട്ടിൽ വന്നിരിക്കുന്നതെന്ന് പറയുമ്പം ഇവിടെ വില്ലേജ് ബ്രീഡറൊക്കെ ഉണ്ടാക്കിയില്ല. ഇതിനകത്ത് ബ്രീഡാവാൻ നല്ല സമയം എടുക്കുന്നുണ്ട്. അറിയാമല്ലോ, ഒരു വില്ലേജർ ബ്രീഡാവാൻ മിനിമം 20 മിനിറ്റ് എങ്ങാണ്ട് അത് വലുതാവാൻ. അവിടെ പുതിയ വില്ലേജർ ഒന്ന് ഗൈസ്. ബ്രീഡാവുന്ന എൻ്റെ വലുതാവാൻ 20 മിനിറ്റാണ് മൈൻക്രാഫ്റ്റ് ഒഫീഷ്യൽ ടൈം. 20ആണോ 30ആണോ മറന്നു ഗൈസ്. അപ്പോൾ ഇത് വലുതാവാൻ നല്ല സമയം എടുക്കും. അപ്പം എന്തായാലും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല ഗൈസ്. നമുക്ക് അവിടെ തന്നെ ഇങ്ങനെ AFK നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഗൈസ്, നമുക്ക് ഇങ്ങോട്ട് ഫിഷ് ഫാം കൂടെ ഉണ്ടാക്കാമെന്ന്. അതാകുമ്പം നമുക്ക് ഈ മീനെ പിടിച്ചുകൊണ്ടിരിക്കുക, രാത്രി നമുക്ക് കയറി കിടന്ന് ഉറങ്ങുകയും ചെയ്യും. ഇവന്മാർ ബ്രീഡായി വലുതാവുകയും ചെയ്യും. അതാകുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് ചിലപ്പം നല്ല നല്ല ലൂട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഫിഷ് ഫാം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഗൈസ്. നമ്മൾ പണ്ടെങ്ങാനും ഉണ്ടാക്കിയതാണ്. പണ്ടത്തെ സീരീസിലെങ്ങാണ് ഞാൻ പണ്ടെങ്ങാനും ഉണ്ടാക്കിയത്, ഓർമ്മയില്ല. ഞാൻ എന്തായാലും ഒന്നും കണ്ടതൊന്നുമില്ല ട്യൂട്ടോറിയൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഉണ്ടാക്കാൻ ഗൈസ് നമ്മുടെ ഫിഷ് ഫാം. അതിനായിട്ട് നമുക്ക് ജസ്റ്റും കുറച്ച് സാധനം മീനെ പിടിക്കാൻ പെട്ട പാടാണ്. മണിക്കൂർ എടുത്ത് ആ മീനെ പിടിക്കുക. ഈ സ്പ്ലിറ്റ് കൺട്രോൾ ഇട്ട് അങ്ങോട്ട് ചെന്ന് ബക്കറ്റ് കൊണ്ട് പിടിച്ചിട്ട് മീൻ കയറുന്നു, ഇതിനകത്തങ്ങ് വരുന്നില്ല. പിന്നെ ഞാൻ മറ്റേ സ്പ്ലിറ്റ് കൺട്രോൾ ഓഫ് ആക്കിയിട്ടൊക്കെയാണ് ഈ സെറ്റാക്കിയത്. എന്തായാലും നമ്മുടെ ഫിഷ് ഫാം ഉണ്ടാക്കുന്നത് നമ്മൾ ഈ സൈഡിലായിട്ട് തന്നെയാണ് ഗൈസ്. കണ്ടത് നമ്മളിവിടെ ലാവയൊക്കെ സെറ്റ് ചെയ്തായിരുന്നു ഗൈസ്. നമ്മൾ അപ്പുറത്ത് ലാവ എടുത്തുകൊണ്ട് വന്നു, കാരണം നമുക്ക് ലാവയ്ക്ക് കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു. ഫിഷ് ഫാം ഉണ്ടാക്കാൻ വേണം, ഇനി പോർട്ടൽ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. എന്തായാലും നമുക്ക് ഇങ്ങോട്ടങ്ങ് ഉണ്ടാക്കാം ഗൈസ്. അപ്പം നമുക്ക് ആദ്യം വേണ്ടുന്ന ചെസ്റ്റാണ് ഗൈസ്. ഈ ചെസ്റ്റ് നമുക്ക് അവസാനം എല്ലാം വെച്ചിട്ട് ഈ ചെസ്റ്റ് പൊട്ടിച്ചെടുക്കാം. അവിടെ എല്ലാ സാധനവും കയ്യിലോട്ടങ്ങ് എടുത്ത് വെച്ചാലോ. നോക്കട്ടെ ഗൈസ്, ഫുഡിൻ്റെ സാധനം വേണം, പിക്കെക്സും വേണം. ബാക്കിയെല്ലാം ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് വേണ്ടുന്നതൊക്കെ ഇങ്ങോട്ടങ്ങ് എടുത്ത് വെക്കാം. ഷവല് വേണം. എന്തൊക്കെ വേണമായിരുന്നു ഗൈസ്, മറന്നുപോയി. ബാനർ വേണം, മൈൻകാർട്ടും എല്ലായിടത്തും കയ്യിലോട്ട് വെച്ചേക്കാം. പിന്നെ ഇറങ്ങി ഒന്ന് കഷ്ടപ്പെടണ്ടല്ലോ. ഓക്കെ ഗൈസ്, നമ്മൾ സാധനമെല്ലാം എടുത്തിട്ടുണ്ടോ. ആ ചെസ്റ്റ് നമുക്ക് പൊട്ടിച്ചെടുക്കാനുള്ളതാണ്. നമുക്കെന്തായാലും ഇങ്ങോട്ട് ഉണ്ടാക്കാം ഗൈസ്. മറന്നുപോയി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്, എന്നാലും ഞാൻ നോക്കാം. എന്നിട്ട് ആദ്യം ഒരു ചെസ്റ്റ് ഇങ്ങനെ വെക്കണം ഗൈസ്. എന്നിട്ട് അതിൻ്റെ ഇവിടെ 2 ട്രാപ്പ് ഡോർ ഞാൻ ഇങ്ങനെ വെക്കുന്നതൊക്കെ വെക്കണം. ഓക്കെ, എന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് വെക്കണം. ക്ലിക്കായിട്ട് ഇരിക്കുവാണല്ലോ, ഞാൻ പിന്നെ എന്തിനാണ് കിട്ടിയത്. ഓക്കെ ഗൈസ്, എന്നിട്ട് ഈ ചെസ്റ്റിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ കുറച്ച് വൃത്തിയാക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4 ബ്ലോക്ക്, 4 ഇല്ലയോ, 1 2 3 4 ബ്ലോക്ക് കുഴിക്കണം ഗൈസ്. 4 ബ്ലോക്ക് താഴോട്ട് കുഴിച്ചിട്ട് ഇവിടെ നമുക്കൊരു റൂം സെറ്റാക്കണം ഗൈസ്. നമുക്ക് ചെസ്റ്റൊക്കെ വെച്ച് സെറ്റാക്കാനാണ്. ഇച്ചിരി വലുതാക്കിയൊക്കെ എടുത്താലും സീനൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള അത്രയും വലുതാക്കാം. ഓക്കെ ഗൈസ്, ഇത്രയും മതിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് 2 ചെസ്റ്റ് വെക്കണം ഗൈസ്. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ചെസ്റ്റേ വെക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് ഹോപ്പറും മൈൻകാർട്ട് വിത്ത് ഹോപ്പറും ബ്ലോക്കും റെയിലും ഒക്കെ വേണം ഗൈസ്. റെയിൽ എടുത്ത് വെക്കണം. പിന്നെ ഇവിടുന്ന് നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ടാക്കണം ഗൈസ്. ഇത് പൊട്ടിച്ചേ, ഇവിടെ ഒരു ചെസ്റ്റ് കൂടെ വരുമ്പം ഇവിടുന്ന് സെറ്റായിട്ടുണ്ട്. ഇവിടെ ഈ ബാനർ നമുക്കിങ്ങനെ തൂക്കിയിടാം ഗൈസ്. ഇവിടെ ഇത് നമുക്ക് വെള്ളം അങ്ങോട്ട് ഒലിച്ച് പോകാതിരിക്കാനാണ്. താഴോട്ട് വെള്ളമല്ല, മറ്റേ ലാവ ഒഴിക്കുമ്പോൾ മണ്ടയ്ക്ക് വെള്ളം വന്ന് വീഴാതിരിക്കാനാണ്. ഇങ്ങനെ ആയിരുന്നു തോന്നുന്നു, എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയത്. അന്ന് ഞാൻ സൈൻ ബോർഡ് വെച്ചാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഇന്ന് ഞാൻ ഇതെടുക്കുന്നതേ ഉള്ളൂ. ഈ സൈഡിലോട്ട് ഈ ബ്ലോക്ക് വെച്ചാൽ നടക്കിയത്, അതോട്ട് നമുക്ക് ഒഴിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് വേണ്ട ഗൈസ്, ഇതിൻ്റെ മണ്ടയ്ക്കൊരു ബ്ലോക്ക് വെച്ചിട്ട് ഇങ്ങനെ ആയിരുന്നു ഗൈസ്. ഒരു ബ്ലോക്ക് കൂടെ അടിയിലോട്ട് പോകേണ്ടി വന്നാൽ ഞാൻ തേഞ്ഞ്. അന്ന് ഇതണക്ക് എന്തൊക്കെ പ്രശ്നം പറ്റിയിരുന്നു. ഇതങ്ങ് പൊട്ടിക്കണം ഗൈസ്. പൊട്ടിച്ചില്ലയോ? എന്നിട്ട് ഓക്കെ, രണ്ടാമത്തെ ഓക്കെ ഗൈസ്, കറക്റ്റാണ്. ഇനി നമുക്ക് സൈൻ ബോർഡ് വേണം ഗൈസ്. സൈൻ ബോർഡ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. ഇതിൻ്റെ ചെസ്റ്റ് എന്ത് ചെയ്യും? ഞാൻ സൈൻ ബോർഡ് ഉണ്ടാക്കിയില്ല ഗൈസ്. ബാക്കിയെല്ലാം ഉണ്ടാക്കേണ്ട സാധനം എടുത്ത് സൈൻ ബോർഡ് ഉണ്ടാക്കാൻ മറന്നു. എങ്ങനെയാണ് സൈൻ ബോർഡ് ഉണ്ടാക്കുന്നത്? മറന്നു വേടാ, ഇങ്ങനെ കണ്ടല്ലായിരുന്നു. ആക്കിയത് ഗൈസ്, സൈൻ ബോർഡ് വേണം. സൈൻ ബോർഡ് എടുത്തിട്ട് ഗൈസ് ഈ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് എന്തായാലും വല്ല ലൂട്ടൊക്കെ കിട്ടുമെന്ന് നോക്കാം. ഇവിടെ നിന്ന് ഈ നമ്മൾ മൈൻകാർട്ട് വെച്ച ബ്ലോക്കിൻ്റെ മണ്ടയ്ക്ക് ഇവിടെ വെക്കണം ഒരെണ്ണം. എന്നിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് ലാവ ഒഴിക്കണം ഗൈസ്. ലാവ ഒഴിക്കുമ്പോൾ ഇത് ശരിയായോ ഇല്ലയോ. പിന്നെ നമുക്ക് വെള്ളം ഒഴിക്കണം ഗൈസ്, അതും ഒരു വലിയ പണിയാണ്. ഈ രണ്ടാമത്തെ ബ്ലോക്കിൽ നമുക്ക് ലാവ ഒഴിക്കണം ഗൈസ്. ഇത് നമുക്ക് താഴോട്ട് പോയി നോക്കാം. എടാ ഇല്ലടാ, തിരിയായില്ലടാ, ലാവ തിരിച്ചെടുത്തേ. ഇപ്പോൾ കത്തും.
ആ അതെന്ത് കാണിച്ചെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ലാവയ്ക്കകത്ത് നേരത്തെ ഒരു വട്ടം ഞാൻ വീണ് ചത്ത് കഴിച്ച് ലാവയ്ക്കകത്ത് ഈ ലാവ മറ്റയ്ക്ക് അമ്മേ കണ്ടോ. എനിക്കറിയാമായിരുന്നു ഞാൻ ചാവുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ എന്തെങ്കിലും അത് ഇവിടെ ഒരു ബ്ലോക്ക് വെക്കണം. ഞാൻ എന്തിനാ ബ്ലോക്ക് പൊട്ടിച്ചേ? വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ ബ്ലോക്ക് വെക്കാം ഗൈസ്. ഞാൻ അവിടുത്തെ ബ്ലോക്ക് വെച്ചില്ലേ രണ്ടാമത്തെ ബ്ലോക്ക് ഞാൻ പൊട്ടിച്ചിറങ്ങിയപ്പോൾ എല്ലാം കൂടെ അങ്ങ് പൊട്ടിച്ചിറങ്ങി. ഇനി ഒന്ന് ചോദിച്ചു നോക്കേ, ഇനി ചിലപ്പോൾ ശരിയാവും ഗൈസ്. ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഞാൻ ഇത് വേറെ ട്രൈ ഒന്നും ചെയ്ത് നോക്കിയില്ല. ആ ഓക്കെ ഗൈസ്, ഇപ്പം ശരി. നമുക്ക് ഇവിടെ ബ്ലോക്ക് വെച്ച് അടച്ചേക്കാം. വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. ഇന്നൊരു പൊട്ടിച്ചേക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇത്രയും നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ വലിയ പണിയാണ് ഗൈസ്. എടാ എൻ്റെ ഒരു ബക്കറ്റ് വെള്ളം വേണം. ബക്കറ്റ് ഉണ്ടല്ലോ. ഓക്കെ ബക്കറ്റ് ഉണ്ട്. ബക്കറ്റ് എടുത്തിട്ട് ഞാൻ പോയി ഒരു ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട് പോട്ടെ ഗൈസ്. ഇത് വർക്കായില്ലെങ്കിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ ഗൈസ്, ഒരു ബക്കറ്റ് വെള്ളം എടുക്കുക. എടാ ഇതിനകത്ത് നമുക്ക് മീൻ ഇടണം ഗൈസ്. ഇതിനകത്ത് നമുക്കൊരു മീൻ ഇടണം. ആ മീൻ ഇടുമ്പോഴാണ് അത് എഫിഷ്യൻ്റ് ആവുന്നത്. ഇപ്പം ലാവയ്ക്കകത്ത് വീണന് എന്നിട്ട് നമ്മൾ സ്നീക്ക് ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് വാട്ടർ ലോക്ക് ചെയ്യണം ഗൈസ്. ഓക്കെ വെള്ളം പോകുന്നില്ല. ഇനി ഈ മീനെ എടുക്കണം. ഈ മീനെ എടുത്തിട്ട് കറക്റ്റായിട്ട് ഈ ബ്ലോക്കിനകത്ത് പ്ലേസ് ചെയ്യണം. എന്നിട്ട് ഇവിടുന്ന് ഒരു ബക്കറ്റ് വെള്ളം എനിക്ക് പോരണം ഗൈസ്. അപ്പോൾ ആ മീനിനകത്ത് കിടക്കും. ഇത് എൻ്റെ സ്പെഷ്യൽ ടാക്ടിക്സ് ആണ് ഗൈസ്. ഒരു നെയിം ടാഗ് വെച്ചിട്ട് ആ മീനൊരു പേര് കൊടുത്ത് അത് ഡീസ്പോൺ ആയിപ്പോൾ അത് അവിടെ ഇരിക്കും ഗൈസ്. നമ്മുടെ ഫാമിൻ്റെ പണി കഴിക്കും. ഇത്രയുള്ളതായത് നമ്മുടെ ഫാമിൻ്റെ പണി. ഈ ജസ്റ്റ് കൂടെ പൊട്ടിച്ചെടുക്കട്ടെ. ഫ്രീ വന്നില്ലല്ലോ. ഓക്കെ ഇനി ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി ഗൈസ്. ഓക്കെ എല്ലാം സെറ്റ് ഇല്ലയാണ്. ഓക്കെ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഫാമിൻ്റെ പണി. ഇത് വർക്കാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ മീൻ ഇടുന്നത് ഇത് എഫിഷ്യൻ്റായിട്ട് വർക്കാവാനാണ് ഗൈസ്. മീൻ കിടക്കുന്ന വെള്ളത്തിൽ പെട്ടെന്ന് ഇതിന് പേരൂടെ കൊടുത്താൽ അത്രയും നല്ലതായിരുന്നു. പടച്ച് ചാവുമൊന്നുമില്ലല്ലോ. ഇല്ല. ഓക്കെ ഗൈസ്, ഞാൻ ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ട് വരാൻ മറന്നു ഗൈസ്. ഞാൻ മറ്റേ ഇതുണ്ടാക്കിയില്ല, അതാ ചൂണ്ട. നമുക്ക് എന്തായാലും ചൂണ്ടയുടെ ഉണ്ടാക്കിയിട്ട് വർക്കിംഗ് ആണെന്ന് നോക്കിയിട്ട് നമുക്ക് നിർത്താം ഗൈസ്. നമുക്ക് ആ ഫാം വർക്ക് നമ്മുടെ ഫിഷ് ഫാം വർക്കാവുന്നുണ്ട്. അല്ല ഫിഷ് ഫാം ഒന്നും ഞാൻ എന്തൊക്കെയാണ് കേസ് പറയുന്നത്. നമ്മുടെ ബ്രീഡർ വർക്കാവുന്നുണ്ട് നല്ലോണം. നമ്മുടെ അയൺ ഫാം അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. രണ്ട് അറ്റത്ത് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോയിട്ട് സാധനമൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇതാ സായൻ ഇത് നമുക്ക് AFK നിൽക്കാൻ പറ്റത്തില്ല. അവിടെ നിൽക്കുമ്പോൾ അവിടെ നല്ലോണം പ്രവർത്തിക്കുമായിരുന്നു. ഇനി നമുക്കൊരു ട്രെയിനിങ് ഹാൾ നമുക്ക് ആ സൈഡിലോട്ട് ഉണ്ടാക്കി വെക്കുമ്പോൾ നമുക്ക് ആ ഫാമും വർക്കാവും. ഇവിടെ ഇവൻ്റെ കയ്യിൽ എന്തുകൊണ്ട് നോക്കട്ടെ. ഇവിടെ ഞാൻ കുറേ ട്രേഡറെ നോക്കിയിരുന്നു ഗൈസ്. എനിക്ക് മറ്റേ മീൻ തരാനായിട്ട് ബക്കറ്റ് മീനും ഒന്നും തന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കഷ്ടപ്പെട്ടിറങ്ങി മീനെ പിടിക്കാൻ പോയത്. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മറന്നുപോയി ഗൈസ്. ഇങ്ങനെയല്ലായിരുന്നു. അതെ ഗൈസ്, ഇനി ചൂണ്ട കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വർക്കാവുന്നതെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ രാത്രിയാണ്, നമുക്ക് കിടക്കാൻ തുടങ്ങിക്കോട്ടെ. ഞാൻ ബെഡ് എടുക്കാൻ മറന്നു ഗൈസ്. ഇവിടെ കിടക്കാൻ പറ്റുന്നില്ല. ആ ഓക്കെ രാത്രിയായിട്ട് കിടക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇതിനകത്ത് ബെഡ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ. ഞാൻ എന്തൊക്കെയാണ് ഗൈസ് കാണിക്കുന്നത്. അതിനകത്ത് ബെഡ് ഇല്ല, വലുതായിരുന്നു. ഞാൻ വിചാരിച്ചാൽ വലുതായിരുന്നു. രാത്രി ആവുന്നില്ല. എടാ ലൈറ്റ് സ്കിപ്പ് ചെയ്തില്ലെങ്കിലേ ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ ഇവിടെ ഞാൻ ഇത് അടച്ചില്ല ഗൈസ്. ഇവിടെ ഒരു സോംബി ഒന്നും ഇവിടെ കുട്ടി സോംബി കഴിക്കുന്നത്. അത് ചെറുതായതുകൊണ്ട് മാത്രം അത് ചത്തില്ല. ഇല്ലെങ്കിൽ അത് എമ്പണ്ടി ചത്തു പോയതിനെന്ന് അറിയാമോ. അല്ല ചത്തില്ല നല്ല സോംബി ആയില്ല. ഞാൻ പിന്നെ അതിനെല്ലാം തല്ലിക്കൊന്ന് പിന്നെ അടച്ചു വെക്കാൻ തുടങ്ങി ഗൈസ്. എപ്പോഴും ഇപ്പോൾ പേടിയാണ് രാവിലെ ആകുമ്പോൾ. ഇല്ലെങ്കിൽ ഇവന്മാർ പോയാലേ പിന്നെ തിരിച്ചു കിട്ടാൻ പാടാം. ഇവന്മാർ ഒന്നാമത് എങ്ങനെയൊക്കെയൊക്കെ ബ്രീഡ് ചെയ്തെടുപ്പിക്കുന്നത് കയറുന്നുമില്ലല്ലേ. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയ ഉടനെ ആദ്യം ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ഇതെടുത്തിട്ട് ഇവിടെ അടച്ചു വെക്കുക. അതാണ് മുഖ്യം, ഏറ്റവും അത്യാവശ്യപ്പെട്ടത്. നമുക്കിനി വർക്കാവുന്ന നോക്കാം ഗൈസ്. വർക്കാവുമോ? വർക്കായ നമ്മുടെ ഓക്കെ നമ്മൾ ആ ചെസ്റ്റിനകത്തോട്ട് നോക്കിയിട്ട് നമ്മൾ ചൂണ്ട ചെയ്യണം ഗൈസ്. അപ്പം അത് തന്നെ നമുക്ക് കിട്ടും. മീൻ കിടക്കുന്നതുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ നമുക്ക് കിട്ടുന്നത്. മീനില്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും വേഗം കിട്ടുമെന്ന്. അങ്ങനെയാണ് സാധാ പറയുന്നത്. എൻ്റെ യുക്തി എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഇവിടുന്ന് ഞാൻ ലാഭ വീഴിയായിരിക്കും എന്തെങ്കിലും പണിയൂടെ ചെയ്യണം ഗൈസ്. ഓക്കെ നമുക്കൊരു 10 XP ആവുന്നിടം വരെ നമുക്ക് ഫിഷ് ചെയ്യാം ഗൈസ്. എന്നിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ കിട്ടിയെന്ന്. അധിക സമയമൊന്നുമില്ല 10 XP ആവാൻ. ഇനി ഞാനിവിടെ ഇതിങ്ങനെ ഫിഷ് ചെയ്യാം. അവന്മാരവിടെ ബ്രീഡാവും വലുതാവും. ഞാനിവിടെ നിന്ന് ഫിഷ് ചെയ്യും ഗൈസ്. അങ്ങനെ അവിടെ ഒരു 10 വില്ലേജർ മിനിമം ഒരു 10 വില്ലേജർ എനിക്ക് കിട്ടിയത്. എനിക്ക് ട്രെയിനിങ് ഹാൾ ഉണ്ടാക്കാം. അത് കഴിഞ്ഞ് നമുക്ക് സെറ്റാക്കാം. ഇനി ലെറ്റ്സ് പ്ലേ ആയിട്ട് പതുക്കെ നമ്മൾ പോകുന്നുള്ളൂ ഗൈസ്. ഡ്രാഗനെയൊക്കെ കൊല്ലണോ ഇപ്പോൾ വേണമെങ്കിൽ പോയി കൊല്ലാം. ട്രെയിനിങ് ഹാൾ ഉണ്ടാക്കിയിട്ട് ഡയമണ്ട് ആർമറൊക്കെ ആയിട്ട് നമുക്ക് കൊല്ലാമെന്ന് വെച്ചാൽ ഗൈസ്. പതുക്കെ കൊന്നിട്ട് നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസ് കഴിഞ്ഞെന്ന് വെച്ച്.
പെട്ടെന്ന് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവിടെ തീർന്ന നമ്മുടെ അവിടെ ഡ്രാഗനെ കൊല്ലുമ്പോൾ നമ്മളിത് അവിടെ തീരത്തിക്കും. അങ്ങനെ പിന്നെ നമ്മളിന്നൊരു ലൈവ് ഇട്ടായിരുന്നു. നമ്മൾ ട്രയൽ ലൈവ് ആയിരുന്നു. നമ്മൾ പ്രിസം ലൈവ് സ്റ്റുഡിയോ നമ്മളിപ്പോഴാണ് ശരിക്കും എടുക്കുന്നത് തന്നെ. അതിനകത്ത് ഞാൻ ചുമ്മാ ഒന്ന് ട്രയൽ ലൈവ് ഇട്ട് നോക്കിയതാണ് ഗൈസ്. നമ്മൾ ഫ്രീ ഫയറിൻ്റെ ഗെയിം പ്ലേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അതിട്ടു. വേറെ പ്രത്യേകിച്ച് നമ്മൾ അപ്ഡേറ്റ് ഒന്നുമില്ല. നമ്മുടെ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ ഇങ്ങനെ നടക്കുന്നു. എല്ലാം ഒരു സൈഡിൽ കൂടെ പോകുന്നു. മൈൻക്രാഫ്റ്റ് അതിൻ്റെ സൈഡിൽ കൂടെ പോകുന്നു. എന്താ 10 XP ആവുന്നില്ല ഗൈസ്. ഈ ലാവേ വന്ന് ഓക്കെ ഒരു വട്ടോടെ ഫിഷ് ചെയ്താൽ 10 ആയി കാണും. പിന്നെ നമുക്ക് ഇനി ഫുഡിന് വലിയ ഇത് വരത്തില്ല. നമുക്ക് മീനെ ഇവിടെ നിന്ന് കുക്ക് ചെയ്തിട്ട് തിന്നാൽ മതി. ഓക്കെ 10 XP ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെ കിട്ടിയെന്ന്. ഇപ്പോൾ ഈ ചെസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യട്ടെ ഗൈസ്. അങ്ങനെ ഒരു പരിപാടി ഉണ്ടായത് അത് ഞാൻ മറന്നുപോയി. ഇത് രണ്ടും എൻ്റെ കയ്യിലിരുന്നതാണ്. ഓക്കെ ഗൈസ് നമുക്ക് 8 ഏത് മീനുണ്ടോ? റോക്കോഡ്, ഒരു പഫർ ഫിഷ്, ഒരു സാൽമൺ, ഒരു സാഡിലും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ ഇവിടെ നിന്ന് ഞാൻ ഫിഷ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് മെൻറ്റിങ് വരെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് ഗൈസ് പറയുന്നത്. അറിയത്തില്ല, കിട്ടുമായിരിക്കും. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ഫിഷ് ഫാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ വെറുതെ ഇരിക്കേണ്ടി വരത്തില്ല. ഇനി ഇവന്മാരെ ബ്രീഡാവുന്ന സമയം കൊണ്ട് എനിക്ക് ഇവിടുന്ന് ഫിഷ് ചെയ്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ ഒപ്പിക്കാം. പിന്നെ നമുക്കിവിടെ ഫിഷ് ചെയ്യുമ്പോൾ ലക്ക് ഓഫ് ദ സീ എന്ന് പറഞ്ഞ് ഒരു എൻജോയിങ് ഉള്ള ഇത് കിട്ടും ഗൈസ്. ഏതാ ഫിഷിംഗ് റോഡ്, അതൊക്കെ വെച്ച് ലക്ക് ഓഫ് ദ സീ വെച്ച് നമ്മൾ ഫിഷ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്പീഡിൽ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാൻ വേണ്ടി ഇറ്റ്സ് മീ ഗോഡ്സ് സൈനിങ് ഓഫ് ഗൈസ്.